ഹായ് എവരി വൺ, വെൽക്കം ബാക്ക് ടു സാറാസ് മീഡിയ. സാറാസ് മീഡിയയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഞങ്ങൾ ഇന്നുള്ളത് ദോഹയിലെ അൽക്കോർ പാർക്കിലാണ്. ഇതൊരു ഫാമിലി പാർക്കാണ്. ഇവിടെ ഒരു മിനി സൂ കൂടിയുണ്ട്. അപ്പോൾ ഇന്ന് അതിൻ്റെ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയാണ് ഞങ്ങൾ എത്തിയിരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ സാറയും ഹന്നയും അതുപോലെ തന്നെ നെൽബ ബേബിയും തന്നെ നേഹയുമുണ്ട്. ഓക്കെ, ഞങ്ങളപ്പോൾ ഇന്നത്തെ ഈ പാർക്കിൻ്റെ വിശേഷങ്ങളാണ് നിങ്ങളെ കാണിക്കുവാനായിട്ട് പോകുന്നത്. ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറുന്നതിന് എൻട്രി ടിക്കറ്റ് ഉണ്ട്. അഡൽസിന് 15 റിയാലും 10 വയസ്സിന് താഴെയുള്ള കുട്ടികൾക്ക് 5 റിയാലും ഉണ്ട്. ടിക്കറ്റൊക്കെ എടുത്ത് ഞങ്ങൾ ഈ പാർക്കിൻ്റെ ഉള്ളിലേക്ക് കയറി ചെല്ലുമ്പോൾ തന്നെ 2 സൈഡിലും ഈ പാർക്കിനെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് അവിടെ മാപ്പിൽ കാണിച്ചിട്ടുണ്ട്. അതിനുശേഷം മുന്നോട്ട് നടന്നു ചെല്ലുമ്പോൾ നമുക്കവിടെ ഒരു സ്കൈലൈറ്റ് കാണാൻ പറ്റും. ഒരു റൗണ്ടിലുള്ള സ്കൈലൈറ്റ്, വളരെ മനോഹരമായിട്ട് ഗ്ലാസിൽ തീർത്ത ഒരു സ്കൈലൈറ്റാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിന് തൊട്ട് താഴെ തന്നെ ഒരു വാട്ടർ ഫൗണ്ടനും അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ഞങ്ങൾ നടന്ന് മുന്നോട്ട് ചെന്നപ്പോൾ ആദ്യമേ കാണുന്നത് ഒരു ജിറാഫിനെയാണ്. സ്കൂളിലെ കുട്ടികളൊക്കെ ജിറാഫിനെ കുറിച്ച് പഠിച്ചിട്ടുണ്ട്. ഏറ്റവും പൊക്കം കൂടിയ ഒരു ആനിമൽ എന്നൊക്കെ അവർ കേട്ടിട്ടുണ്ട്. പക്ഷെ ഇന്ന് നേരിട്ട് ഈ ജിറാഫിനെ കണ്ടതിൻ്റെ ഒരു സന്തോഷത്തിലാണ് എല്ലാവരും. കുറച്ച് കുട്ടികളൊക്കെ ഈ ജിറാഫിനെ ഒന്ന് തൊടാൻ വേണ്ടിയൊക്കെ കൈയൊക്കെ നീട്ടി ഇങ്ങനെ ചെല്ലുന്നു. അപ്പം സാറയും ഹന്നയും ഒക്കെ ഇവിടെയുണ്ട്. അവരും ഇത് കണ്ടപ്പോൾ ഈ ജിറാഫ് ഇങ്ങനെ തലയൊക്കെ ഇട്ട് ഇങ്ങനെ പുറത്തോട്ട് നോക്കുമ്പോൾ അവരും പേടിച്ചൊക്കെ നിൽക്കുകയാണ്. നെൽമ ബേബി ആണെങ്കിൽ ഭയങ്കര പേടിച്ച് നിൽക്കുന്നു. ഈ ജിറാഫുകളെയൊക്കെ അടുത്ത് നിന്ന് കാണാൻ വേണ്ടി ഒരു ഗ്യാലറിയൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾ ആ ചെന്ന സമയത്ത് അവിടെ ജിറാഫൊന്നും ഇല്ലായിരുന്നു. എങ്കിലും ഞങ്ങൾക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് ഇതിനെ കാണാൻ പറ്റി. അടുത്ത ഏരിയയിലേക്ക് ഞങ്ങൾ ചെന്നപ്പോഴേക്ക് അവിടെ കാണുവാൻ സാധിക്കുന്നത് 2 വികൃതിരാമന്മാരായ ചിമ്പാൻസികളെ. ഞാനിങ്ങനെ ക്യാമറയൊക്കെ കൊണ്ട് പിടിച്ചപ്പോൾ അമ്മമാരിങ്ങനെ കൈ നീട്ടുക. അതിങ്ങിതാ എന്തോ ഫുഡാന്നും പറഞ്ഞ് അമ്മമാർ കൈ നീട്ടി ഇങ്ങനെ നമ്മളിങ്ങനെ കാണിക്കുക. അപ്പോൾ പിള്ളേർ പറഞ്ഞു, അപ്പ അങ്ങോട്ട് കൊടുക്കരുത്, അത് പിടിച്ചോണ്ട് പോകുന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുക. അവന്മാർ വിടത്തില്ല. അവനിങ്ങനെ മേലോട്ട് കയറി ഞങ്ങളെ അതെങ്ങനെങ്കിലും ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈപ്പറ്റണം, അതിനുവേണ്ടിയുള്ള ഒരു പരിശ്രമം നടത്തിക്കൊണ്ടിരിക്കുക. 2 പേരും കൈ നീട്ടിക്കൊണ്ടിരിക്കുക. ഇനിയത്തെ നമ്മുടെ യാത്ര വൈൽഡ് ആനിമൽസിന്റെ അടുത്തേക്കാണ്, വളരെ ശക്തരായ ആനിമൽസിന്റെ അടുത്തേക്ക്. ഇവിടെ നിങ്ങൾ കാണുന്നത് കരിമ്പുലിയാണ്. 2 കരിമ്പുലികൾ ഈ കൂട്ടിലുണ്ട്. ഒരാളിങ്ങനെ ക്ഷീണിച്ച് അവിടെ കിടന്നു റെസ്റ്റ് എടുക്കുന്നു. മറ്റേ ആളിങ്ങനെ നടന്ന നമ്മയൊക്കെ നോക്കി അതിങ്ങനെ കൂട്ടിന് ചുറ്റും നടന്നുകൊണ്ടിരിക്കുക. ഇവിടെ ടൈഗറിനെ കാണാൻ പറ്റുന്നുണ്ട്. അവനിങ്ങനെ അങ്ങോട്ട് നടന്ന് നമ്മയൊക്കെ ഒന്ന് കാണിക്കുക. അവൻ നടന്ന് അവൻ ചാടി ഒരു ടേബിളിലോട്ട് കയറി. ഞങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അവിടെ വന്ന് അവനവൻ്റെതായ ഒരു അഭ്യാസ പ്രകടനമൊക്കെയാണ് അവിടെ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു എക്സസൈസൊക്കെ പിള്ളേർ പറയുക, ഇവനൊരു എക്സസൈസൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ഇന്ത്യയുടെ ദേശീയ മൃഗം കൂടിയാണ്. എന്തായാലും കുട്ടികളെല്ലാം ഭയങ്കര ഹാപ്പിയിലാണ്. അവർ സ്കൂളിലും ബുക്കിലും ടി വിയിലും ഒക്കെ കണ്ടിട്ടുള്ളതായ
ഈ ഭീകരന്മാരെ അവർക്ക് നേരിട്ട് കാണാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു സന്തോഷം. ടൈഗർ ഇങ്ങനെ കൂട്ടിക്കൂടി ഇങ്ങനെ നടന്ന് പുറത്തുള്ള ആൾക്കാരെയൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി, എല്ലാവരെയും ഒന്ന് കണ്ണൊക്കെ അടച്ച് കാണിച്ച് ആശാൻ ഇങ്ങനെ കൂട്ടി നിൽക്കുക. തൊട്ടടുത്ത കൂട്ടില് കാട്ടിലെ രാജാവായ ലയണ സിംഹം, അദ്ദേഹം ഇങ്ങനെ ടേബിളിലൊക്കെ കയറി വരുന്ന ആൾക്കാരെയൊക്കെ ഒന്ന് വീക്ഷിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹത്തിന്റെ ആ ഒരു ഗൗരവമൊക്കെ മുഖത്തിങ്ങനെ കാണാൻ സാധിക്കുന്നുണ്ട്. അങ്ങനെ ലയണയും നമുക്കിവിടെ കാണാൻ സാധിച്ചിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ നടന്ന് മറ്റൊരു ഏരിയയിലെത്തി. ഇവിടെ അനേക മാനുകളെ കാണാൻ പറ്റുന്നുണ്ട്. മാനുകളൊക്കെ ഇങ്ങനെ ഫുഡൊക്കെ എടുത്ത് കുറച്ച് മാനുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവിടുന്ന് നടന്ന് മുന്നോട്ട് ചെല്ലുമ്പോൾ ഇവിടെ ഒരു കൃത്രിമ ഗുഹയുണ്ട്. ഈ ഗുഹയ്ക്കകത്തെ കുറച്ച് കാഴ്ചകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ നമുക്ക് കാണുന്നത് സീബ്രയാണ്. ആഫ്രിക്കൻ വംശജരായ സീബ്രയും വൈറ്റ് റൈനോയും ഒക്കെയാണ് ഇവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതിങ്ങനെ ഫുഡൊക്കെ കഴിച്ച് ഇങ്ങനെ നിൽക്കുന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ദേ അങ്ങോട്ടും നോക്കി, ഇന്ത്യയുടെ ദേശീയ പക്ഷിയായ മയില് അതെന്തോ കൊത്തിപ്പെറുക്കി ഇങ്ങനെ അതിലമ്പഴി നടക്കുകയാണ്. അതിന്റെ സൗന്ദര്യം ഒന്ന് കണ്ടേ, എന്തൊരു ഭംഗിയാണ്. കുട്ടികളൊക്കെ പീക്കോക്കിനെ കണ്ടുകൊണ്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ്. ആദ്യമായിട്ടാണ് ഇതിനെ കാണുന്നത്. ഇവിടെ ഒരു വാട്ടർ ഫൗണ്ടൻ നമുക്ക് കാണുവാൻ സാധിക്കുന്നുണ്ട്. ഒത്തിരി വാട്ടർ ഫൗണ്ടൻസ് ഉണ്ട്. അതിൽ മനോഹരമായ ഒരു വാട്ടർ ഫൗണ്ടനാണ് ഇവിടെ നമ്മൾ കാണുന്നത്. ഇവിടെ പക്ഷികൾക്ക് ഉയർന്ന് പറക്കുവാൻ വേണ്ടി വളരെ ഉയരത്തിൽ നെറ്റ് കെട്ടി അതിനെ സംരക്ഷിക്കുന്ന ഒരു കാഴ്ച നമുക്കിവിടെ കാണാൻ പറ്റും. ഒത്തിരി ആൾക്കാർ ഇവിടെ വന്ന വീഡിയോസ് എടുക്കുകയും ഫോട്ടോ എടുക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. വളരെ മനോഹരമായ കാഴ്ചകളാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണ് കുട്ടികൾക്കുള്ള പ്ലേ ഗ്രൗണ്ട്. അത് കുട്ടികൾക്ക് വളരെ ഒരു മിസ്സിങ് ആണ്. ഇത് ഇവിടെ വന്ന് കളിക്കുക എന്ന് പറഞ്ഞാൽ ഇവിടെ നല്ല സെറ്റപ്പോടുകൂടി എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. പക്ഷേങ്കിൽ ഇപ്പോഴത്തെ ഈ കോവിഡിൻ്റെ സിറ്റുവേഷനിൽ ഇതെല്ലാം അവർ ബ്ലോക്ക് ചെയ്ത് വെച്ചിരിക്കുകയാണ്.
ഈ കൂട്ടിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത് ചീറ്റപ്പുലിയാണ്. വേഗതയുടെ രാജകുമാരനായ ചീറ്റപ്പുലി. അവനിങ്ങനെ ആ കൂട്ടിനുള്ളിൽ കൂടി ഇങ്ങനെ റൗണ്ട് അടിച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും നോക്കി നോക്കി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്ത കൂട്ടിലേക്ക് ഞങ്ങൾ ചെന്നപ്പോൾ അവിടെ കാണുന്നത് വൈറ്റ് ടൈഗറാണ്. അവനിങ്ങനെ ഫുഡൊക്കെ എടുത്ത് ഇങ്ങനെ ഒന്ന് റെസ്റ്റ് എടുക്കുകയാണ്. എല്ലാവരെയും വീക്ഷിച്ചൊക്കെ നോക്കുന്നുണ്ട്. ഇവൻ്റെ മുഖത്ത് ആ ഒരു ഗൗരവമൊന്നും കാണുന്നില്ല. എങ്കിലും എല്ലാവരെയും ഇങ്ങനെ നോക്കി കണ്ണൊക്കെ അടച്ചിങ്ങനെ അദ്ദേഹം റെസ്റ്റ് എടുത്തുകൊണ്ടിരിക്കുക. പിള്ളേരെല്ലാം ഭയങ്കര ഹാപ്പിയായി ഇതിനെ കണ്ടപ്പോഴേക്ക്. അങ്ങനെ ഇന്നത്തെ അൽക്കോർ പാർക്കിന്റെ കാഴ്ചകളെ കണ്ട് ഞങ്ങൾ പുറത്തിറങ്ങി വരുമ്പോൾ ആ ഗേറ്റിന്റെ 2 സൈഡിലും ക്യൂ നിന്ന് ആൾക്കാർ അകത്തോട്ട് കയറാൻ നിൽക്കുന്ന ഒരു കാഴ്ച ഞങ്ങൾ കണ്ടു. ഞങ്ങളുടെ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യുകയാണ്. നിങ്ങളെല്ലാവരും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.